ഹായ്, എൻ്റെ പേര് അമൽ ഷാജി. ഈ കഴിഞ്ഞ CPO എക്സാമിൽ എൻ്റെ റാങ്ക് 85ആണ്. നിങ്ങൾ ഒരു യൂണിഫോം ജോലി സ്വപ്നം കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ അബദ്ധം കാണിക്കരുത്. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. എനിക്കിത് ഷെയർ ചെയ്ത് തരാൻ വേറെ ആരുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ആ മെസ്സേജിലേക്ക് ഞാൻ കിടക്കുന്നതിന് മുന്നേ എനിക്ക് നന്ദി പറയാനുള്ളത് അനുദീപ് സാറിനോടാണ്. എൻ്റെ PSC കരിയറിലേക്ക് ഒരു വഴിത്തിരിവായത് എൻ്റെ സാറിൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. സാറിൻ്റെ ആഴത്തിലുള്ള പഠനവും കറക്കിക്കുത്തും എലിമിനേഷൻ ടെക്സ്റ്റും എന്നെ എക്സാമിൽ വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ ആദ്യമൊക്കെ എക്സാമ്പിൾ എഴുതുമ്പോൾ എനിക്ക് ഞാൻ ജസ്റ്റ് കട്ട് ഓഫിനകത്ത് വരുന്ന രീതി മാത്രമാണ് എനിക്ക് ഒരു ലെവലിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിരുന്നത്. സാറിൻ്റെ കറക്കിക്കുത്തും എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. സാർ ഒരു മന്ത്ര പോലെ നമ്മുടെ അടുത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ആഴത്തിലുള്ള പഠനത്തിലൂടെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ അറിവ് കൂടുന്നതാണ്. അതോടെ നമ്മുടെ റാങ്ക് പുഷ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ആ മെസ്സേജിലേക്ക് കിടക്കാം. പണ്ടുകാലം തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളൊരു യാതൊരു ക്രിമിനൽ കേസിലും പെടരുതെന്നു പറഞ്ഞു. നമ്മളൊരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പെറ്റി കേസിൽ പോലും പെടണം. എനിക്ക് നിങ്ങളടുത്ത് പറയാൻ അത്രയേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ 2018 എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് ഞാൻ പോയ സമയത്ത് എനിക്ക് ഒരു ട്രിപ്പിൾ വെക്കേണ്ടി വന്നു. അത് ബൈക്കിൽ ഞാനും എൻ്റെ കൂട്ടുകാരും. അപ്പം പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഞങ്ങൾ പോയതാണ്. അപ്പം ഞങ്ങളിങ്ങനെ പോലീസ് കൈ കാണിക്കുന്നു. ഞങ്ങൾക്ക് അന്നൊരു പെറ്റി അടിച്ച് ഞങ്ങളെ വിട്ടു. അതിനുശേഷം ഞങ്ങൾ എൻ്റെ ഈ വെരിഫിക്കേഷൻ സമയത്ത് പോലീസിൻ്റെ ക്ലിയറൻസ് നമുക്കൊരു വെരിഫിക്കേഷൻ ഉണ്ട്. ആ സമയത്ത് എനിക്ക് ഇങ്ങനൊരു പണ്ട് എൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഞാൻ അത് അപ്പം തന്നെ ഡിസ്പോസ് ചെയ്ത സാധനമായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും അതെനിക്ക് പിൽക്കാലത്ത്, അതായത് ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് സമയത്ത് എനിക്ക് ചെറിയൊരു ഡിലേ വന്നു. കാര്യം അതുമായിട്ട് ഞാൻ നേരെ ഇവിടെ പോയത് ക്യാറ്റിലൊക്കെ പോയി എനിക്ക് ഓർഡറൊക്കെ എടുക്കേണ്ടി വന്നു. അതെനിക്കിവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് എൻ്റെ അത്ര ഒരു സമയനഷ്ടവും നമ്മുടെ ഒരു ഫിനാൻഷ്യലി ഇച്ചിരി ബുദ്ധിമുട്ടും നമുക്കുണ്ടായി. പക്ഷെ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് എത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഇതൊരു നല്ല തീരുമാനമാണ്. കേരള പോലീസ് എടുത്ത വളരെ നല്ലൊരു തീരുമാനമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നിയമപാലകരാവാൻ പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിയമപാലകരാവുന്നതിന് മുന്നേയും ശേഷവും നമ്മളെപ്പോഴും ജനങ്ങൾക്കും നമ്മൾ പാലിക്കേണ്ട ആൾക്കാർക്കും നമ്മളൊരു മാതൃക തന്നെ ആയിരിക്കണം.